ടീച്ചറെ ഓൾ ദ ബെസ്റ്റ്. ടീച്ചർ നല്ല തിരക്ക് പിടിച്ച പ്രചാരണമാണ് അല്ലേ? അയ്യോ ഭയങ്കര ശബ്ദം. എങ്ങനെയുണ്ട് ടീച്ചറെ? ചൂടും ഭയങ്കര ആവേശമായി. ആ തെരഞ്ഞെടുപ്പിന്റെ ചൂടുണ്ട്, പൊതുവെയുള്ള ചൂടുണ്ട്. ഈ പടക്കം നിന്നിട്ട് ചോദിക്കാൻ പറ്റുന്നു. പടക്കം നിർത്തുമ്പോൾ ചോദിക്കാം. കുറെ പടക്കം അധികം ഉണ്ടാവും. എങ്ങനെയാണ് നല്ല ചൂടാണ്. 3 കൊള്ളരുതെന്നുണ്ട്. അതൊന്നും 12 മണിക്ക് മുതൽ 2 മണി വരെ അധികം വെയിലത്ത് അത് വീടുകളൊക്കെ സന്ദർശിക്കും. ആ സമയത്ത് ചെയ്തോളൂ. അങ്ങനെ കയറും. 2 മണി മുതൽ പിന്നെ രാത്രി അപ്പൊ വെയിലുണ്ടാവും, നല്ല വെയിലുണ്ടാവും. അതാണ് 15 വർഷത്തിന് ശേഷം 11 ഞങ്ങള് വലിയ സന്തോഷത്തിലാണ്. അതായത് 15 വർഷങ്ങൾക്ക് ഒരുപാട് വികസന സാധ്യതകൾ കൊണ്ടുവന്നിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ ഇടപെട്ട് നടത്തിയിട്ടുള്ള പുതിയ പ്രോജക്റ്റുകൾ ഞങ്ങളെല്ലാം ചെയ്തത്. അത്തരത്തിലുള്ള പദ്ധതികളൊന്നും ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനം ജനങ്ങൾക്ക് എല്ലായിടത്തും ഉണ്ട്. ഞാൻ നേരത്തെ ഇവിടെ 2006 അന്ന് ഒരുപാട് പാലങ്ങളും റോഡുകളും അതുപോലെ ടൂറിസം പദ്ധതിയൊക്കെ തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ അതിന്റെ ഒന്നും തുടർച്ചയുണ്ടായില്ല. ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള IHRD കോളേജ്, ITI അതെല്ലാം അന്ന് തുടങ്ങിയ അവസ്ഥയിലല്ലാതെ 15 കൊല്ലം കൊണ്ട് ഒരു മാറ്റവും അതിനുണ്ടായിട്ടില്ല. അപ്പൊ അസംതൃപ്തരാണ് ആ കാര്യത്തിൽ ജനങ്ങൾ. ഈ ആറളത്തെ ജനങ്ങൾ ഇതേ കാര്യം പറയുകയുണ്ടായി. അവരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ഇല്ല. അതെ ഈ അവിടെ ആനമതിൽ നിർമ്മിക്കാൻ തുടക്കം കുറിച്ചിരുന്നത് ഞാൻ MLA ആയിരുന്ന സമയത്തായിരുന്നു. എന്നാൽ ഈ LDF ഗവൺമെന്റ് വന്നതിന് ശേഷം 10 വർഷക്കാലം വളരെയേറെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല. എന്നാലും ഇപ്പൊ നിയമങ്ങാടൊക്കെ പാസ്സാക്കി നിയമസഭയിൽ. ആനമതിലിന് 29 കോടി രൂപ ആറളം ഫാമിൽ LDF ഗവൺമെന്റ് അനുവദിച്ചു. ഊരാളങ്കൽ സൊസൈറ്റിയാണ് ഏൽപ്പിച്ചത്. അവരൊരു വിശ്വാസ്യതയുടെ പേരിലാണ് ഏൽപ്പിക്കുന്നത്. ഒരു സഹകരണ സൊസൈറ്റിയാണ്. അവർ നന്നായിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടുന്ന് കൊടുത്ത ആളുകളുടെ പേരൊക്കെ നാട്ടുകാർക്ക് അറിയാം. ഊരാളങ്കലിന് കൊടുക്കുന്നതിന് പരാതി ഉന്നയിച്ചതുകൊണ്ട് കോടതിയിൽ പോയി. അങ്ങനെ കോടതി പോയപ്പോൾ അത്രയും വർഷം അത് നിന്നുപോയി ആനമതിൽ നിർമ്മാണം. ജനങ്ങൾക്കത് അറിയാം. അത് അന്ന് നിർമ്മിച്ചിരുന്നെങ്കിൽ ഇപ്പോ മരിച്ചുപോയ 6-7 പേരുണ്ടല്ലോ അതിനുശേഷം അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അപ്പോ അനയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത് വലിയ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ നേരത്തെ കൊണ്ടുവന്ന ആനമതിൽ പൂർത്തിയാക്കുന്നതിനും അത് മാത്രമല്ല മൃഗങ്ങൾ ഇപ്പുറം കടക്കുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി ജനങ്ങളെ രക്ഷിക്കാനുള്ള അവിടുത്തെ ഇടപെടൽ ശക്തമാക്കുന്നതിനും ഒക്കെയാണ് ആലോചിക്കുന്നത്. ഈ മട്ടന്നൂരിൽ അവർ പറയുന്നത് ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അവരെ റോഡില്ല. എന്താണ് പറയാനുള്ളത്? അതെ, ഞാൻ ജയിച്ചു വന്നാൽ ആ ജനവിഭാഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. പുനരധിവാസം തുടങ്ങുന്ന സമയത്ത് ഞാൻ MLA ആയിരുന്നു. ആ സമയത്ത് അവരോടൊപ്പം നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒരു ചെറിയ പീരീഡ് ആയിരുന്നല്ലോ. അപ്പോൾ ഇനി വീണ്ടും ജയിച്ചു വന്നാൽ അവരുടെ ഇടയിൽ തന്നെയാണ് ആദ്യം പോവുക. കാരണം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആ ജനവിഭാഗങ്ങളുടെ പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. റോഡിന്റെ പ്രശ്നവും പരിഹരിക്കും, കുടിവെള്ളത്തിന്റെ പ്രശ്നവും പരിഹരിക്കും, റോഡിന്റെ പ്രശ്നവും പരിഹരിക്കും. ചോദിച്ചോട്ടെ, മണ്ഡലം മാറിയതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിങ്ങനെ ചർച്ചകളൊക്കെ ആവുന്നുണ്ടല്ലോ? ടീച്ചറുടെ ഭൂരിപക്ഷം ശരി. മണ്ഡലം മാറിയല്ലോ. ഞാൻ നേരത്തെ ഇവിടെ MLA ആയിരുന്നു. പിന്നെ മട്ടന്നൂർ എൻ്റെ പ്രദേശമാണ്. ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. അതിന് തൊട്ടടുത്താണ് മാടത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഈ നാട്ടുകാരും പിന്നെ എൻ്റെ രാഷ്ട്രീയ രംഗത്തെ വളർച്ച ഇവിടെയാണ്. എൻ്റെ കളരി ഇവിടെ പയറ്റിയിട്ടാണ് ഞാൻ ഹോം കമ്മിങ് ആണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഗൃഹാതുരമായിട്ടുള്ള ഓർമ്മകൾ. ഇന്നിപ്പം അതെ, ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന ഉത്തമ വിശ്വാസം, എൻ്റെ നാട്ടുകാരനെ ജയിപ്പിക്കും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അത് മുൻപത്തെ പോലെയല്ല, മണ്ഡലത്തിന്റെ ഒരു ഘടന അല്പം മാറിയെങ്കിലും ആ മാറിയ മണ്ഡലത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിനാണ് UDF ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വലിയ പ്രശ്നമാവില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറയുന്നുണ്ട്. LDF ഇവിടെ ആറളം ഫാമിൻ്റെ കാര്യം പറയുന്നുണ്ട്.
അതുപോലെ പിന്നെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാക്കുന്ന ജിമ്മി ജോർജിൻ്റെ നാടാണ്. എന്തെങ്കിലും വേണ്ടേ നമുക്ക്? ഞാൻ നേരത്തെ തുടങ്ങി വെച്ച ടൂറിസം പദ്ധതി വിപുലീകരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ക്ഷേത്രങ്ങളുടെ നവീകരണം പറയുന്നുണ്ട്. കൊട്ടിയൂർ അമ്പലത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഒരുപാട് മാറ്റം വരുത്താനുണ്ട്. കൊട്ടിയൂർ അമ്പലം ആയിരക്കണക്കിന് ആളുകൾ വരികയാണ് അവിടെ. അപ്പോൾ അതൊക്കെ പ്രോജക്റ്റുകളായി എടുത്ത് പള്ളിയുണ്ട്, കുരിശുമല പള്ളി തീർത്ഥാടന പിൽഗ്രിമേജ് തീർത്ഥാടനം അങ്ങനെയാണ് കാണുന്നത്, പിൽഗ്രിമേജ് ടൂറിസം. അപ്പോൾ അത് എല്ലാം ജനങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ ഞാനെന്നും ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ നേതൃത്വപരമായിട്ട് ഞാൻ ഇടപെടും എന്നാണ് പറയുന്നത്. നല്ല തിരക്കിലാണ് ടീച്ചർ. എന്നാലും നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് സന്തോഷം. ഞങ്ങൾ അടുത്ത മണ്ഡലത്തിലേക്ക് പോകുന്നു. ടീച്ചർക്ക് ഓൾ ദി ബെസ്റ്റ്. അതെ, പേരാവൂരിന്റെ ടീച്ചർ നമ്മുടെ എല്ലാവരെയും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടാണ് നമ്മുടെ ധൈര്യം. തീർച്ചയായിട്ടും. ശരി, എന്നാൽ താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.